1, 2, 3, 4, 5, 6 ഒന്നുമല്ല, പ്രമാണങ്ങൾ തുരുതുരാണ്ട്. ഇനി നമ്മുടെ കേരളത്തിലെ തർക്കത്തിലേക്ക് വരാം. തറാവീഹ് 8 ആണെന്ന് പറയുന്ന കൂട്ടക്കാരുണ്ട്, തറാവീഹ് 11 എന്ന് പറയുന്ന കൂട്ടക്കാരുണ്ട്, 13 എന്ന് പറയുന്ന കൂട്ടക്കാരുണ്ട്, തറാവീഹ് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല എന്ന് പറയുന്ന കൂട്ടക്കാരുണ്ട്, തറാവീഹ് എന്ന സംഭവം തന്നെ അല്ല എന്ന് പറയുന്ന കൂട്ടക്കാരുണ്ട്. ഇവരൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ തറാവീഹ് എത്രയാണ് നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, ഇങ്ങനത്തെ ഒരു പ്രഭാഷണം മുജാഹിദിന്റെ കേട്ടാൽ കൺഫ്യൂഷൻ ആവാൻ നിൽക്കരുത്. ഒറ്റയടിക്ക് തീരുമാനം കൈക്കൊള്ളാം. ഈ മൗലവിമാർ 8 എന്ന് പറയുന്നു, 11 എന്ന് പറയുന്നു, 13 എന്ന് പറയുന്നു, ഒരു സ്ഥിരതയില്ല. നേരെ മറിച്ച് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തറാവീഹ് ജമാഅത്ത് പുനഃസ്ഥാപിച്ചപ്പോൾ 20 റക്അത്താണ് സഹാബാ കിറാം ഒന്നിച്ച് നടപ്പിലാക്കിയത്. ഒരാളും അത് ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോ അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബി വര്യന്മാർ നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. അലൈക്കും ബി സുന്നതി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം. എന്റെ ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും മുറുകെ പിടിക്കണം. ഈ ഹദീസിന്റെ അവസാനം റസൂൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്റെ ചര്യ, എന്റെ പിറകെ വരുന്ന എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ. ഈ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം? പ്രിയപ്പെട്ട അമ്മമാരെ,